ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ തൃശൂർ എം.എൽ.എ. എ.പി. ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ചാണ് എം.എൽ.എ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പ്രതിഷേധം ശക്തമായതോടെയാണ് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞത്. അതേസമയം എം.എൽ.എ. ഓഫീസിലേക്ക് ബി.ജെ.പി വൈകിട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മനോജുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. മനോജ്, ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എം.എൽ.എ. ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട എം.എൽ.എക്കെതിരെ ഉയർന്നു വരികയും ചെയ്തത്. പിന്നാലെയാണോ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുന്ന നടപടിയിലേക്ക് എം.എൽ.എ. കടന്നത്? വിഷ്ണു, തൃശൂർ എം.എൽ.എ. പി. ബാലചന്ദ്രനെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരമൊരു പോസ്റ്റ് പി. ബാലചന്ദ്രൻ്റെ ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് തന്നെ കൃത്യമായും ഹൈന്ദവ വിശ്വാസങ്ങളെ വളരെയധികം രൂക്ഷമായി അവഹേളിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ആ പോസ്റ്റ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയൊക്കെ തന്നെ ഒരുപോലെ അവഹേളിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് ആ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. പിന്നീട് ഈ വിഷയം വിവാദമായതോടെ, അതായത് ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തു. അതുപോലെ ബി.ജെ.പി നേതൃത്വവും ഇതിൽ പ്രതികരിച്ചു. വളരെയധികം പ്രതിഷേധം ശക്തമായ സമയത്താണ് ഇത്തരത്തിലൊരു ഖേദപ്രകടനവുമായി പി. ബാലചന്ദ്രൻ രംഗത്തെത്തിയത്. അതിൽ തന്നെ ആത്മാർത്ഥതയില്ലാത്ത ഒരു ഖേദപ്രകടനമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് ബി.ജെ.പി ജില്ലാ നേതൃത്വവും ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പി. ബാലചന്ദ്രനെതിരെ ബി.ജെ.പി ജില്ലാ നേതൃത്വം അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും തുടർന്ന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്പീക്കർക്കടക്കം പരാതി നൽകും. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി എം.എൽ.എ. ഓഫീസിലേക്ക് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നത്. കാരണം മറ്റ് ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയായാലും അതുപോലെ തന്നെ ബ്രാഹ്മണ സഭയും ഒക്കെ തന്നെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് പി. ബാലചന്ദ്രനെതിരെ ഉയർന്നു വരുന്നത്. കാരണം ഒരു എം.എൽ.എ. സ്ഥാനത്തിരുന്നു കൊണ്ട്, ഒരു ജനപ്രതിനിധി ആയിക്കൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുവാൻ പാടില്ല. അത് ഭരണഘടനാ ലംഘനം തന്നെയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ എം.എൽ.എ. സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത പി. ബാലചന്ദ്രൻ രാജിവെക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ CPI നേതൃത്വവും ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ രാജി പാർട്ടി ചോദിച്ചു വാങ്ങണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും CPI നേതൃത്വവും ഇയാളെ തള്ളിയിരിക്കുന്ന, അതായത് പി. ബാലചന്ദ്രൻ്റെ പോസ്റ്റിനെ ഇക്കാര്യം ഒരിക്കലും പറയുവാൻ പാടില്ലാത്തത് തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു എം.എൽ.എയുടെ ആ ഒരു പ്രസ്താവന. അതിൽ തന്നെ വലിയ തരത്തിലാണ് ഈ ഭക്തജനങ്ങളെ ഈ വിഷയം ബാധിച്ചിരിക്കുന്നത്. കാരണം ശ്രീരാമനെയും സീതാദേവിയുമൊക്കെ മോശമായ രീതിയിൽ, മോശമായ ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു അവഹേളനം നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഇത്തരത്തിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിനു പുറമെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാലചന്ദ്രൻ കൂടെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയരുകയാണ്. പി. ബാലചന്ദ്രൻ രാജിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യം. ശ്രീരാമനെ അവഹേളിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് എം.എൽ.എ. ബാലചന്ദ്രൻ. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.